എപ്പിസോഡ് ഇറങ്ങുന്നതന്നെ നമ്മുടെ ബോറേനെ കാണിച്ചുകൊണ്ടാണ്. അവളാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര ഹാപ്പിയിലായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കടയിൽ തന്നെയല്ലേ നമ്മുടെ വൂ ഇപ്പോൾ ജോലിക്ക് വേണ്ടിയിട്ട് വന്നേക്കുന്നത്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ആണെങ്കിൽ നമ്മളുടെ ബോറയാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അവിടെ നിന്ന് ഇവനെ നോക്കിക്കൊണ്ടിരിക്കും. ഇവനും അവളെ നോക്കുന്നുണ്ട്. ഇവനാണ് കൂടുതലും അവളെ നോക്കുന്നത്. ആ സമയത്തൊക്കെ നമ്മുടെ ബോറ ഭയങ്കര ജാടയിട്ടിട്ട് നിൽക്കും. ഇവനങ്ങോട്ട് തിരിയുന്ന സമയത്ത് ഇവൾ നല്ല കാര്യമായിട്ട് അവനെ നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു ദിവസമാണെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും ടൈം കിട്ടും. അതായത് രണ്ടെണ്ണവും ജോലിയൊക്കെ കഴിഞ്ഞിട്ട് പരസ്പരം മീറ്റ് ചെയ്യും. ഇവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അവിടെ ഒരു കൊച്ചി ഇറക്കാൻ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു. അത് വേറെ ആരുമല്ല, നമ്മളുടെ ബോറയുടെ തന്നെ അനിയനാണ്. അങ്ങനെ നമ്മുടെ വൂ എന്തോന്നറിയാവോ, ബോറയ്ക്കും അതേപോലെ തന്നെ അവളുടെ അനിയനും ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കും. ഈ കൊച്ചി ഇറക്കനും ഇവർ രണ്ടുപേരെ നടുക്കായിട്ട് കയറി എങ്ങിയിരിക്കും. പെട്ടെന്ന് തന്നെ നമ്മളുടെ ബോറയാണെങ്കിൽ അവളുടെ അനിയൻ്റെ അടുത്ത് ചോദിക്കും, അല്ല നീ എന്താ ഇതുവരെ ഐസ്ക്രീം തിന്നിരുന്നില്ലേ? ഐസ്ക്രീം തിന്നെങ്കിൽ നിനക്ക് എൻ്റെ വീട്ടിൽ പൊക്കൂടെ, ഇറങ്ങി പോടാന്ന് പറഞ്ഞിട്ട് ഇവനെ എങ്ങ് പറഞ്ഞു വിടും. ഉടനെ തന്നെ നമ്മുടെ വൂ ചോദിക്കും, അല്ല നീ എന്തിനാ നിന്റെ അനിയനെ പറഞ്ഞു വിട്ടെ? അപ്പോൾ അവള് പറയും, അത് അനിയനുണ്ടെങ്കിൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. ഇവർ നമ്മളെ അങ്ങനെ ആവശ്യമായിട്ട് ശല്യം ചെയ്യും. എനിക്കത് അത്രയും കൊണ്ട് ഇഷ്ടമല്ല. ഇത് പറയുന്നത് നമ്മുടെ വൂ പറയും, എനിക്കും ഒരു അനിയനുണ്ട്. ഉടനെ തന്നെ നമ്മളുടെ ബോർ ചോദിക്കും, ആഹാ നിന്റെ അനിയനപ്പം എന്തോ ചെയ്യുക? ഉടനെ തന്നെ നമ്മളുടെ വൂ പറയും, അവന് 5 വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ. ഇത് കേൾക്കുന്നേ നമ്മുടെ ബോറയ്ക്കാണെങ്കിൽ എന്ത് പറയണമെന്ന് അറിയത്തില്ല. രണ്ടുപേരും അവിടെ ഭയങ്കരമായിട്ടങ്ങ് സൈലന്റ് ആവും. ഉടനെ തന്നെ നമ്മുടെ വൂ ആണെങ്കിൽ ബോറെടുത്ത് ചോദിക്കും, നിനക്ക് ഫ്രൂട്ട്സ് ഇഷ്ടമാണോ? അപ്പൊ നമ്മളുടെ ബോറ പറയും, പിന്നില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഉടനെ തന്നെ നമ്മുടെ വൂ ആണെങ്കിൽ ബോറേനെ കൊണ്ട് ഒരു സ്ഥലത്തായിട്ട് വരും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വൂ മുമ്പ് നിന്നിരുന്ന ഒരു വീടാണ്. അവിടെയായിട്ടാണെങ്കിൽ ഒരുപാട് പ്ലം ഒക്കെ ഉണ്ട്. അങ്ങനെ ഇവനാണെങ്കിൽ നമ്മുടെ ബോറേനെയും കൂട്ടി അവിടെ ആയിട്ട് വരും. ബോറയ്ക്കാണെങ്കിൽ ഇത് കാണുന്നതിന് ഭയങ്കര സന്തോഷമാവും. അവള് പറയും, എനിക്കിതൊക്കെ നല്ല ഇഷ്ടമാണ്, ഞാൻ ഇങ്ങനെ ഇതുവരെ കണ്ടിട്ടേ ഇല്ല എന്ന് പറഞ്ഞിട്ട് അവൾ ഉടനെ തന്നെ അതിൽ നിന്ന് പ്ലമ്മിന്റെ ആ പഴമൊക്കെ പിച്ചി എടുത്തിട്ട് കഴിക്കാനായിട്ട് തുടങ്ങും. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണുന്നത് നമ്മുടെ വൂനും ഭയങ്കര സന്തോഷമാവും. അവനാണെങ്കിൽ എപ്പോഴും അവൻ്റെ കയ്യിലൊരു ക്യാമറയും വെച്ചുകൊണ്ടല്ലേ നടക്കുന്നത്. അവൻ വേഗം തന്നെ ആ ക്യാമറ എടുത്തിട്ട് അത് വെച്ചിട്ട് നമ്മളുടെ ബോറേനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. അവർ രണ്ടുപേരുടെ അവിടുത്തെ ഒരു ബെഞ്ചിലായിട്ട് വന്നിരുന്നിട്ട് ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കും. നമ്മുടെ ഈ വൂ ആണെങ്കിൽ ഇവളുടെ തന്നെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. ഉടനെ തന്നെ നമ്മളുടെ ബോറ പറയും, നിനക്ക് എന്ത് ടാലന്റാ, നീ എല്ലാ കാര്യത്തിലും ബെസ്റ്റാണ്, നിന്നെ ഒന്നിലും മാറ്റി നിർത്താൻ പറ്റത്തില്ല, അതുകൊണ്ട് തന്നെ നീ എങ്ങനെയെങ്കിലൊക്കെ ഇങ്ങ് ജീവിച്ചു പോക്കോളും. അപ്പോൾ നമ്മളുടെ വൂ ആണെങ്കിൽ അവളുടെ ചോദിക്കും, അല്ല നിനക്ക് എന്തുവാ കുറവ്? നീ നല്ലതുപോലെ മിമിക്രി കാണിക്കും, നീ നല്ല കോമഡി പറയും, നീ നല്ലതുപോലെ സ്റ്റോക്ക് ചെയ്യും. ഉടനെ തന്നെ നമ്മുടെ ബോറ ചോദിക്കും, നിനക്ക് അടി വേണോ? നീ എന്തോത്തിന് ഇങ്ങനെയൊക്കെ എന്നെ കളിയാക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവളും അവനും കൂടി അടി കൂടാനായിട്ട് തുടങ്ങും. ഉടനെ തന്നെ നമ്മളുടെ വൂ ആണെങ്കിൽ ബോറയുടെ നല്ല കിടിലം വീഡിയോസ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളുടെ വൂ ആണെങ്കിൽ ബോറയുടെ അടുത്ത് പറയും, നിന്റെ സൗണ്ട് കേൾക്കാൻ നല്ല ഭംഗിയാ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ബോറയ്ക്കാണെങ്കിൽ അങ്ങ് ഭയങ്കര നാണം വരും. അവളാണെങ്കിൽ നല്ലതുപോലെ ബ്ലഷ് ചെയ്യും. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴെന്തുവാ നമ്മുടെ വൂവിൻ്റെ ആ ക്യാമറയിൽ നല്ലൊരു ബീപ്പ് സൗണ്ട് കേൾക്കും. അപ്പം നമ്മുടെ വൂ ഇങ്ങനെ ഈ ബോറേനെ നോക്കുന്നേ. അവൾ ചോദിക്കും, നീ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നേ? അപ്പോൾ അവർ രണ്ടുപേരും ഒന്നും മിണ്ടത്തില്ല. പെട്ടെന്ന് തന്നെ നമ്മുടെ വൂ ആണെങ്കിൽ ഈ ബോറേനെ കിസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവളുടെ അടുത്തായിട്ട് വരും. ബോറയും വിചാരിക്കും, ആ ഇത് തന്നെയാണ് ബെസ്റ്റ് ടൈം എന്ന് പറഞ്ഞിട്ട് അവളും കണ്ണടച്ചിട്ട് ഇരുന്ന് കൊടുക്കും. പെട്ടെന്നാണെങ്കിൽ നമ്മളുടെ ഈ ബോറയുടെ തലയിലായിട്ട് ഒരു പ്ലമ്മിന്റെ പഴം വന്ന് വീഴും. ഇവളാണെങ്കിൽ ഭയങ്കരമായിട്ട് നിലവിളിക്കും. ഇത് കേൾക്കുന്നേ നമ്മുടെ വൂവും പേടിച്ചു പോവും. ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ രണ്ടുപേരും എങ്ങനെ കിസ് ചെയ്യാനാ? അങ്ങനെ രണ്ടെണ്ണം വരുന്നത് ഭയങ്കരമായിട്ടും ചിരിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ബോറേനെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വൂ അവളുടെ വീണ്ടും മുമ്പിലായിട്ട് വരുന്നയാ. കൂട്ടത്തിൽ തന്നെ അവൻ്റെ കയ്യിലായിട്ട് കുറേ പ്ലമ്മിന്റെ പഴവും ഉണ്ട്. അവനാണെങ്കിൽ അതെല്ലാം നമ്മളുടെ ബോറയുടെ കൈ കൊടുക്കും. ഉടനെ തന്നെ ബോറയാണെങ്കിൽ തിരിച്ച് വൂവിൻ്റെ അടുത്ത് ചോദിക്കും, നീ ആണെങ്കിൽ അടുത്ത ആഴ്ച ഫ്രീ ആണോ, നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ വൂ ഒന്നും മിണ്ടാണ്ട് നോക്കിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് തന്നെ ബോറയ്ക്ക് മനസ്സിലാവും ഇവൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഇവ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുന്നതെന്ന്. ഉടനെ അവളാണെങ്കിൽ അവനെ നോക്കിയിട്ട് പറയും, ഞാൻ ജസ്റ്റ് ചോദിച്ചെന്നേ ഉള്ളൂ, നിനക്ക് താല്പര്യം ഇല്ലെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞിട്ട് അവൾ തിരിഞ്ഞ് നടക്കാനിരിക്കുന്നേ. വേഗം തന്നെ നമ്മളുടെ ഈ വൂ ഉണ്ടല്ലോ ബോറേനെ പുറകീന്ന് വിളിക്കും. അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളുടെ വൂ ആണെങ്കിൽ ഇവക്കൊരു കിസ് കൊടുക്കും. എന്നിട്ട് പറയും, നമുക്ക് അടുത്ത ആഴ്ച സിനിമയ്ക്ക് പോവാ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ബോറ ഭയങ്കര ഷോക്കായി പോവും. അവളാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ബ്ലഷ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കും. അവളെ സംബന്ധിച്ച് ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലോ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ഇവളാണെങ്കിൽ ചെന്ന് കട്ടിലിൽ കിടക്കുന്നയാ. ഇവക്കാണെങ്കിൽ മര്യാദയ്ക്ക് ഉറക്കം കൂടി വരുന്നില്ലായിരുന്നു. അവളാണെങ്കിൽ ഇതെല്ലാം ആലോചിച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ ആണെങ്കിൽ അവൾ അവളുടെ ആ കടയിലായിട്ട് വന്നിരുന്ന് വർക്ക് ചെയ്യുന്നതാണ്. കൂട്ടത്തിൽ തന്നെ അവൾ എപ്പോഴും നമ്മളുടെ വൂനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവനും അവളെ നോക്കിക്കൊണ്ടായിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണുന്നത് നമ്മളുടെ ബോറയ്ക്ക് ഭയങ്കര സന്തോഷം. അവളാണെങ്കിൽ അവിടെ കൈയും കാലൊക്കെ എടുത്തിട്ട് അടിച്ചിട്ട് ഭയങ്കരമായിട്ട് ബഹളം വെക്കാൻ തുടങ്ങും. ഇവളുടെ അച്ഛനും അമ്മയും കാണുമ്പോൾ വിചാരിക്കും, ഇവക്ക് ഇതെന്തോ പറ്റി, ഇവക്ക് വയ്യായികയൊന്നും ഇല്ലല്ലോ എന്ന്. അവരെന്നാലും ഇവളെ എത്ര മൈൻഡൊന്നും ചെയ്തില്ല. നമ്മുടെ ബോറ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അവളാണെങ്കിൽ കലണ്ടറിനകത്ത് 7 എന്നുള്ള ഡേറ്റ് മാർക്ക് ചെയ്തൊക്കെ വെച്ചേക്കും. അന്നത്തെ ദിവസമല്ലേ ഇവർ ഡേറ്റിന് പോകാമെന്ന് പറഞ്ഞേക്കുന്നത്. അങ്ങനെ ഇവളാണെങ്കിൽ ഇടാനുള്ള ഡ്രസ്സൊക്കെ നല്ലതുപോലെ ചെക്ക് ചെയ്യുന്നതും അവളുടെ കയ്യിൽ നല്ല ഡ്രസ്സൊന്നും ഇല്ല. ഉടനെ അവൾ അവളുടെ അമ്മയെ വിളിച്ചിട്ട് ചോദിക്കും, അമ്മ എനിക്ക് നല്ല ഡ്രസ്സൊന്നും ഇല്ലേ എന്ന്. അപ്പോൾ അവളുടെ അമ്മ പറയും, നല്ല ഡ്രസ്സ് എങ്ങനെ ഉണ്ടാവും
ഉണ്ടാവാനാ, എല്ലാ ഡ്രസ്സും നീ തന്നെയല്ലേ ചൂസ് ചെയ്തത്, അപ്പോൾ അത് അങ്ങനെയല്ലേ ആവത്തുള്ളൂ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ബോറയാണെങ്കിൽ ഒരു കടയിലായിട്ട് പോയിട്ട് ഇങ്ങനെ നടന്നു വരുന്നതും അവളുടെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മുടെ ജിന്ന് വന്ന് നിൽക്കുന്നതാണ്. അവനാണെങ്കിൽ വന്നിട്ട് പറയും നമുക്ക് രണ്ടുപേർക്കും ഏതെങ്കിലും ഒരു കടയിൽ പോയി ഐസ്ക്രീം കുടിച്ചാലോ എന്ന്. ആദ്യമേ നമ്മുടെ ബോറയ്ക്ക് താല്പര്യമില്ല എന്ന് പറയുമെങ്കിലും അവസാനം അവൾ ജിന്നിന്റെ കൂടെ ഐസ്ക്രീം കഴിക്കാനായിട്ട് വരും. വന്ന കടയിൽ നോക്കുമ്പോൾ എന്തോ അവിടെ നമ്മളുടെ വൂ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഇവനാണെങ്കിൽ ഇവർ രണ്ടുപേരും ഇങ്ങനെ വന്നേക്ക് കണ്ടിട്ട് ചെറിയ ജലസൊക്കെ അടിക്കും. നമ്മളുടെ ബോറയാണെങ്കിൽ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് തന്നെ അവളുടെ കവിളിലായിട്ട് ഐസ്ക്രീം പറ്റും. ഇത് കാണുന്നേ നമ്മുടെ ജിന്നുണ്ടല്ലോ അവന്റെ കൈ വെച്ചിട്ട് ബോറയുടെ കവിളിലുള്ള ഐസ്ക്രീം തുടയ്ക്കാനായിട്ട് വരുന്നയാ. എന്നാൽ ഇതും കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ വൂവിന് സഹിക്കുക. അവൻ അപ്പം തന്നെ വന്നിട്ട് ടിഷ്യൂ എടുത്ത് നമ്മുടെ ബോറയുടെ കയ്യിലായിട്ട് കൊടുക്കും. അതായത് ഇവിടെ ഇവന്മാർ രണ്ടുപേരും ഇപ്പോൾ ഭയങ്കര കോമ്പറ്റീഷനാണ്, ആരാണ് നമ്മുടെ ബോറേനെ അവരുടെ വശത്താക്കുന്നേ എന്നുള്ള രീതിക്ക്. രണ്ടെണ്ണത്തിനെയും കാണുമ്പോൾ നമുക്കങ്ങ് ചിരി വരും. ബോറ അങ്ങനെ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് തന്നെ അവരുടെ രണ്ടുപേരുടെ ഇടയിലൂടെ ആയിട്ട് ഒരു പെങ്കൊച്ചിനെ കാണും. അത് വേറെ ആരുമല്ല, നമ്മുടെ ബോറയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള യൂൻ തന്നെയാണ്. അവളാണെങ്കിൽ ഇപ്പോൾ സർജറിയൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നേക്കുന്നത്. ഇവളെ കാണുന്ന നമ്മുടെ ബോറ ഭയങ്കര ഇമോഷണൽ ആവും. രണ്ടെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിച്ചിട്ട് വലിയ വയറ് കിടന്ന് നിലവിളിക്കാൻ തുടങ്ങും. ഇത് കാണുന്ന നമ്മളുടെ ഊഹയ്ക്കും അതേപോലെ തന്നെ ജിന്നിനും ഒന്നും മനസ്സിലാവത്തില്ല. അവർ വിചാരിക്കും എങ്കിലും ഈ പെണ്ണ് ഏതാ എന്ന്. ഉടനെ തന്നെ നമ്മുടെ ബോറയാണെങ്കിൽ കരച്ചിലൊക്കെ കഴിഞ്ഞിട്ട് ഇവളെ പരിചയപ്പെടുത്തി കൊടുക്കും. അതായത് ഇത് ജിന്നാണ്, ഇത് ഊഹയാണ് എന്നും പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ അവരെ കാണുന്നേ ഹായ് ഒക്കെ പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ബോറയാണെങ്കിൽ അവളുടെ ഫ്രണ്ടിന്റെ കൂടെ ഇരുന്ന് സംസാരിക്കുന്നതാണ്. നമ്മുടെ ബോറയുണ്ടല്ലോ അവളുടെ ഫ്രണ്ടായിട്ടുള്ള യൂനിന്റെ നെഞ്ചത്തായിട്ട് ചെവി വെച്ചിട്ട് പറയും നിന്റെ ഹാർട്ട് ബീറ്റ് ഒക്കെ ഇപ്പൊ കറക്റ്റ് ആയിട്ടാണല്ലോ പൊക്കോണ്ടിരിക്കുന്നത്, എന്തായിരുന്നാലും എനിക്ക് നല്ല സന്തോഷം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവര് നല്ല ഹാപ്പി ആയിട്ട് സംസാരിക്കും. അവിടെ നമ്മുടെ ഈ യൂനാണെങ്കിൽ പറയും എനിക്കാണെങ്കിൽ ഇപ്പൊ ഫീൽ ആവുന്നത് തന്നെ ഞാനാണെങ്കിൽ ഒരിക്കൽ കൂടെ പുനർജനിച്ചു എന്നാ. എന്തൊക്കെയായിരുന്നാലും രാവിലെ എനിക്ക് അറ്റാക്ക് വന്നതുപോലെ ആയി. എന്താന്ന് വെച്ചാൽ ആ ഐസ്ക്രീമിന്റെ യൂണിഫോമിൽ നിൽക്കുന്ന ജിന്നിനെ കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഷോക്കായിപ്പോയി എന്ന് പറയും. ആദ്യമേ നമ്മുടെ ബോറയ്ക്കാണെങ്കിൽ കാര്യം മനസ്സിലാവത്തില്ല. അവൾ ചോദിക്കും നിനക്ക് ആള് മാറിയെന്നാ തോന്നുന്നത്, അവൻ്റെ അടുത്തിരുന്ന ആളാണ് ജിന്ന്. ഉടനെ തന്നെ നമ്മളുടെ ഈ യൂൻ പറയും അല്ലല്ല എനിക്ക് ആള് മാറിയിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് യൂനാണെങ്കിൽ അവളുടെ ബാഗിൽ നിന്ന് ഫോട്ടോ എടുക്കും. അതായത് നമ്മളുടെ ബോറയാണെങ്കിൽ ഇവൾക്ക് ഫോട്ടോ അയച്ചു കൊടുത്തായിരുന്നു. അതിനകത്താണെങ്കിൽ ഇവള് ഹേർട്ടിൻ്റെ സിമ്പിൾ വരച്ചു വെച്ചേക്കും തന്നെ നമ്മളുടെ വൂവിൻ്റെ തലയ്ക്കകത്തായിട്ടാണ്. ഇത് കാണുന്നത് നമ്മളുടെ ബോറ ഭയങ്കരമായിട്ട് അങ്ങ് ഡിപ്രസ്ഡ് ആയിപ്പോവും. എന്താന്ന് വെച്ചാൽ അവൾ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ യൂനിൻ്റെ ക്രഷ് എന്ന് പറയുന്നത് വേറെ ആരുമല്ല വൂ ആണ് എന്ന്. ഉടനെ തന്നെ നമ്മളുടെ ഈ യൂൻ ചോദിക്കും എന്തു പറ്റി, നീ എന്താ എൻ്റെ ക്രഷാന്ന് പറഞ്ഞിട്ട് വേറെ ഏതെങ്കിലും ആളിനെയാണോ ഫോളോ ചെയ്തത്? അപ്പം നമ്മളുടെ ബോറയ്ക്ക് എന്ത് പറയണമെന്ന് കൂടി അറിയത്തില്ലായിരുന്നു. അവളാണെങ്കിൽ ഭയങ്കരമായിട്ട് ഞെട്ടി ഇങ്ങനെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഇവളുടെ കടയിലായിട്ട് ചെല്ലുന്ന എല്ലാ തവണയും നമ്മുടെ ബോറയാണെങ്കിൽ വൂവിനെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കത്തില്ലേ. ഇന്നത്തെ ദിവസമാണെങ്കിൽ അവൾ ആ സൈഡിലോട്ട് നോക്കിയിട്ടേ ഇല്ല. അവൾ ആ കടയിൽ തന്നെ തിരിഞ്ഞങ്ങിരിക്കും. അവൾക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. അവളപ്പോൾ വിചാരിക്കും എന്തൊക്കെയായിരുന്നാലും അവളുടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള യൂനിൻ്റെ അടുത്ത് എല്ലാ സത്യവും തുറന്നു പറയണോ എന്ന്. അങ്ങനെ നമ്മളുടെ ബോറയാണെങ്കിൽ നേരെ യൂനിൻ്റെ വീട്ടിലായിട്ട് ചെല്ലും. അവിടെയാണെങ്കിൽ ഇവളൊരു നൈറ്റ് ഡ്രസ്സ് പോലത്തെ ഡ്രസ്സായിട്ടിരുന്നേ. അപ്പം നമ്മുടെ ബോറ പറയും എനിക്ക് നിൻ്റെ അടുത്തൊരു കാര്യം പറയാനുണ്ട് എന്നും പറഞ്ഞിട്ട് സംസാരിക്കാനായിട്ട് ഒരുങ്ങുന്നേ പെട്ടെന്ന് തന്നെ നമ്മുടെ ബോറ കാണും. അതായത് യൂനിൻ്റെ നെഞ്ചിൻ്റെ അവിടെയായിട്ട് ഇങ്ങനെ ഒരു സർജറി ചെയ്ത പാട്. പെട്ടെന്ന് തന്നെ നമ്മുടെ ബോറ വിചാരിക്കും ഞാനെങ്ങാണോ ഇനി ഇവളുടെ അടുത്ത് വല്ലതും പറഞ്ഞിട്ട് ഇവക്കിനി വയ്യാതെ വല്ലതും ആയാൽ ഞാനിനി എന്തോ ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ ബോറയാണെങ്കിൽ ഇവളുടെ അടുത്ത് ഒന്നും പറയത്തില്ല. അതായത് ഇവളും വൂവും തമ്മിൽ ഇഷ്ടത്തിലാണ്, അവക്കും അവന് ഇഷ്ടമാണ് എന്നുള്ള കാര്യം. പെട്ടെന്ന് തന്നെ നമ്മളുടെ ബോറ അവിടെ ടോപ്പിക്ക് ചേഞ്ച് ആക്കിയിട്ട് പറയും അതെ ഞാനും വൂവും കൂടി നാളെ ഒരു സിനിമയ്ക്ക് പോകാനിരുന്നതാ, നീ വേണമെങ്കിൽ അവൻ്റെ കൂടെ സിനിമയ്ക്ക് വെക്കോ, ഞാൻ എൻ്റെ വേറൊരു ഫ്രണ്ടിൻ്റെ കൂടെ വേറൊരു കാര്യത്തിനകത്ത് എൻഗേജ്ഡ് ആയിപ്പോയി എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ ആ യൂനിന് ഭയങ്കര സന്തോഷമാവും. അവളാണെങ്കിൽ അതങ്ങ് അക്സെപ്റ്റ് ചെയ്യും. സത്യം പറഞ്ഞാൽ നമ്മുടെ ബോറ ഭയങ്കര എക്സൈറ്റഡ് അല്ലായിരുന്നു ഈ വൂവിൻ്റെ കൂടെ സിനിമയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. അവളാണെങ്കിൽ ഇപ്പോൾ അതങ്ങ് അവളുടെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസമാണ്. അവിടെ നമ്മുടെ വൂ ആണെങ്കിൽ സിനിമ തിയേറ്ററിൻ്റെ മുമ്പിലായിട്ട് നമ്മുടെ ഈ ബോറയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അവിടെയായിട്ട് നമ്മുടെ യൂൻ വരും. എന്നിട്ട് പറയും ഞാനാ ഇന്ന് നിൻ്റെ കൂടെ സിനിമ കാണാൻ വേണ്ടിയിട്ട് വരുന്നത്. ബോറയ്ക്കാണെങ്കിൽ വേറൊരു ഫ്രണ്ടിൻ്റെ കൂടെ എന്തോ അർജൻറ്റ് കാര്യമായിട്ട് പോവേണ്ടതായിട്ട് വന്നു, അതുകൊണ്ട് അവൾ എൻ്റെ അടുത്ത് നിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഇത് കേൾക്കുന്നേ നമ്മളുടെ വൂവിൻ്റെ മുഖം അങ്ങ് ഒരുമാതിരിയാവും. അവനാണെങ്കിൽ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തതേ ഇല്ല ഇങ്ങനൊരു
സംഭവം. അവനാണെങ്കിൽ ഭയങ്കരമായിട്ട് ഡെസ്പായിട്ടിരിക്കും. അതേസമയം തന്നെ നമുക്ക് ബോറേനെ കാണിക്കും. അവളാണെങ്കിൽ ഇപ്പോൾ ഏത് ഫ്രണ്ടിൻ്റെ കൂടാന്നറിയാവോ? അത് വേറെ ആരുമല്ല, നമ്മുടെ ജിന്നിൻ്റെ കൂടെ തന്നെ. അവൻ്റെ കൂടെ അവൻ്റെ കൃഷിത്തോട്ടത്തിലൊക്കെ വന്നിട്ട് നമ്മളുടെ ബോറെ അവനെ ഹെൽപ്പ് ചെയ്യും. സത്യം പറഞ്ഞാൽ ഇത് കാണുന്നതിന് നമ്മളുടെ ജിന്നിന് ചെറിയ ഡൗട്ടുണ്ട്, ഇനി ഒരു പക്ഷേ ബോറയ്ക്ക് അവനെയാണോ ഇഷ്ടമെന്ന്. അങ്ങനെ നമ്മുടെ ജിന്നു വന്നിട്ട് ബോറെ എടുത്ത് വയ്ക്കും. സത്യം പറഞ്ഞോ, നിന്റെ മനസ്സിൽ എന്തുവാ? നീ എന്നെ ചുമ്മാ വട്ടം കറക്കാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നിനക്ക് എന്നെ യഥാർത്ഥത്തിൽ ഇഷ്ടമല്ലേ? ഉടനെ തന്നെ ബോറ പറയും, നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്? എനിക്ക് നിന്റെ അടുത്ത് ഇഷ്ടമൊന്നുമില്ല. എന്താ ഞാൻ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് നിന്റെ അടുത്ത് ഇഷ്ടമല്ല എന്ന് പറയണോ? ഞാൻ അങ്ങനെ ചെയ്താലേ നിനക്ക് വിശ്വാസം വരുത്തോളൂ എന്ന് ചോദിക്കും. ഉടനെ തന്നെ നമ്മുടെ ജിന്നു പറയും, നീ ഒന്ന് അടങ്ങിയിരിക്കുമോ? എൻ്റെ വീട്ടുകാരൊക്കെ ഇവിടെ ഇപ്പോൾ ഉണ്ട്, അവരൊക്കെ ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ എന്തോ വിചാരിക്കും. ഉടനെ തന്നെ നമ്മുടെ ബോറയാണെങ്കിൽ അവളുടെ കയ്യിലിരുന്ന കുറച്ച് മുന്തിരി എടുത്തിട്ട് നമ്മുടെ ഈ ജിന്നിൻ്റെ വായിലായിട്ടങ്ങ് കുത്തി കയറ്റി കൊടുക്കും. എന്നിട്ട് പറയും, മിണ്ടാതിരുന്നോണോ എന്ന്. ഇവർ രണ്ടെണ്ണോ ഏത് സമയം അടിയാണ്. ഈ എപ്പിസോഡ് ഇവിടെ വെച്ചിട്ട് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.